ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കറണ്ട് തോട്ട്സ് അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് റിലാക്സ് ആൻഡ് കാമായിട്ടിരിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. Nine of Wands, Four of Pentacles, Ten of Pentacles, Wheel of Fortune, Eight of Pentacles, King of Swords, Two of Cups, Ace of Pentacles, Page of Swords and King of Cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ നമുക്ക് നയൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി അവർ ഒരുപാട് ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്തിപ്പോൾ ഫെഡപ്പായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ഇമോഷണൽ പെയിനിലാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. നെക്സ്റ്റ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, അതായത് ഇപ്പോൾ അവരുടെ ഇമോഷൻസൊക്കെ അവരിപ്പോഴും ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് അവർ ഓപ്പൺ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചർ ടുഗദർ, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എന്തൊക്കെയോ അവരിപ്പോഴും ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, സോ അതൊക്കെ ആയിരിക്കാം ഈ ഒരു കാര്യം അവർക്ക് മുന്നോട്ട് ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റീസൺസ് ആയിരിക്കാം. അവർ എന്തിനൊക്കെയോ വേണ്ടി ഇപ്പോൾ കറൻ്റ്ലി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് അവർ എന്തൊക്കെയോ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതായിരിക്കാം ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് അവരുടെ ലൈഫിലേക്കൊരു ചേഞ്ചസ് വരാൻ പോകുന്നു. അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് അവർ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, എഫേർട്സ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ആ ഒരു കാർഡിൽ കാണാൻ പറ്റുന്നത്. അതായത് അവർ റെഡിയാണ്, നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. ആൻഡ് അവർക്ക് നമുക്ക് ആ ഒരു തേർഡ് കാർഡ് കണ്ട പോലെ തന്നെ അവർക്ക് ആ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് അവർ കാണുകയും ചെയ്യുന്നത്. സോ പക്ഷേ അവരുടെ ആക്ഷൻസ് സ്ലോ ആൻഡ് സ്റ്റഡിയും ആയിരിക്കും. നെക്സ്റ്റ് കിങ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് അവർ ഇമോഷൻ അല്ലാണ്ട് അവർ ലോജിക്കലി തിങ്ക് ചെയ്ത് തീരുമാനം എടുക്കുന്ന വ്യക്തികളാണ്. ഇപ്പോൾ അവർ കറൻ്റ്ലി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നല്ല. അവർക്ക് ഇഷ്ടമാണ്, കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അതവർ എക്സ്പ്രസ് ചെയ്യാത്തതാണ്. അവർക്കെല്ലാം ആലോചിച്ച് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ഡിസിഷൻ, നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കണം എന്നൊരു തോട്ടുണ്ട് അവർക്ക്. നെക്സ്റ്റ് 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതൊരു ഈ ഒരു കാർഡ് നമുക്ക് കൺഫേം ചെയ്യാം അവർക്ക് ആ ഒരു സ്ട്രോങ് ഇമോഷണൽ ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട് എന്നുള്ളത്.
ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. ഇപ്പോൾ അവർ ഡിസ്റ്റൻസ് വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ കൂടിയും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അവർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് അവർ ഉടനെ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ അതിനൊരു ആക്ഷൻ, ആ ഒരു തോട്ടൊക്കെ അവർക്ക് വരുന്നുണ്ട്. ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ അവർ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അതായത് അവരിപ്പോഴും നിങ്ങളെ ഈവൻ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയിട്ടൊക്കെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾ എക്സ്പ്രസീവ് അല്ല, ഡീപ്പ് ഫീലിങ്സും കണക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും അവർക്ക് നിങ്ങളോടുള്ള ഒരു ലവും കെയറും ഒരു ഡീപ്പ് കണക്ഷനൊക്കെ ഈ ഒരു കാർഡിൽ നിന്നും കിട്ടുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് സെയിം തന്നെയാണ്, ഒരു ന്യൂ ഇമോഷണൽ ബിഗിനിങ് വരാൻ പോകുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്സ് നമുക്ക് ആ ഒരു പോസിറ്റീവ് സൈനാണ് തരുന്നത്. അതായത് അവർ ഓപ്പൺ അപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ റീഡിങ്സിൽ അവരിപ്പോൾ ഇമോഷണലി ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും അവർ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. അവർ അതിനുള്ള എഫേർട്സ് ഇടുന്നുണ്ട്. അവർക്കിപ്പോഴും ആ ഒരു ഇമോഷണൽ ഡീപ്പ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ട്. ആൻഡ് നിങ്ങളുമായിട്ട് കമ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ആക്ഷൻസിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഈവൻ അവർ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ച് അവർ തിരക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഒരു പുതിയ ഇമോഷണൽ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷന് വരുന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ കാമായിട്ടിരിക്കുക, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഈക്വൽ എഫേർട്സ് ഇട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തെല്ലാം ക്ലൂസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. $17, $5, fear, $21, weight, commitment, we, show appreciation, express feelings, O, distance, 23, be honest, Wednesday, 1, W, E, J, 4, G, 3, 15, Z,
29 Sunday. S communication. Night. 13 R few days. Spend quality time. K August. 28 June. 26. ഓക്കെ, സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ റെസനേറ്റ് ആയിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.